ഹലോ, നല്ല നമസ്കാരം. ബിജോയ് നമ്പ്യാർ സംവിധാനം ചെയ്ത തൂ യാം മേ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സൂപ്പർ. ഒരു തിയേറ്റർ ത്രില്ലർ കില്ലർ എന്ന് ഞാൻ പറയും. കിടിലം സിനിമ എന്ന് വെച്ചാൽ കിടിലം സിനിമ. എനിക്ക് കുറേ ഇംഗ്ലീഷ് സിനിമകൾ കണ്ട ഒരു പ്രതീതിയാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. ഓക്കെ, ഇതിൻ്റെ പ്ലോട്ട് നോക്കുമ്പോൾ മുംബൈയിലെ ഒരു ബ്ലോ എന്നറിയപ്പെടുന്ന മാരുതി ഒരു സ്ട്രഗ്ലിംഗ് റാപ്പറാണ് അദ്ദേഹം. വെറും 2 മില്യൺ വ്യൂവേഴ്സുള്ള ഒരു ഇൻഫ്ലുവൻസറാണ് നായിക. ഇവർ തമ്മിൽ പ്രണയത്തിലാകുന്നു. സിനിമയുടെ രണ്ടാം പകുതിയിൽ ഇരുവരും ഗോവയിലുള്ള ഒരു വിജനമായിട്ടുള്ള റിസോർട്ടിൽ 20 അടി താഴ്ചയുള്ള സ്വിമ്മിംഗ് പൂളിൽ അപ്രതീക്ഷിതമായി കുടുങ്ങിപ്പോകുന്നു. അവിടെ ഒരു ഭീകരനായ മുതല കൂടി ഇവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നതോടുകൂടി അവരുടെ പ്രണയവും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അതിജീവനത്തിനായിട്ടുള്ള പോരാട്ടവുമാണ് സിനിമയുടെ മുഖ്യ പ്രമേയമായി മാറുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ഏതോ തായ് സിനിമയുടെ റീമേക്കാണ് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഞാൻ ആ തായ് സിനിമ കണ്ടിട്ടില്ല. ഇത് പൂൾ എന്ന് പറയുന്ന സിനിമ. പക്ഷേ ഞാൻ ആ സിനിമ കാണാത്തത് കൊണ്ട്, പക്ഷേ എനിക്ക് അതിൻ്റെ കഥ അറിയാം. ഞാൻ അത് നേരത്തെ കേട്ടിട്ടുണ്ട്, പക്ഷേ കാണാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സിനിമ പൂൾ എന്ന് പറയുന്ന സിനിമ കാണാത്തതുകൊണ്ട് എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇതിൻ്റെ പെർഫോമൻസ് നോക്കാം. ഇതിൻ്റെ ആദർശ് ഗൗരവ്, സിനിമയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രകടനം തന്നെയാണ്. ഒരു റാപ്പറിൻ്റെ സംഭാഷണ ശൈലിയും ശരീരഭാഷയും അതിജീവനത്തിനായുള്ള അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പിടച്ചലും അദ്ദേഹം വളരെ നാച്ചുറലായിട്ട് ആക്ട് ചെയ്തു എന്ന് പറയാം. പിന്നെ ഷഹന കപൂർ, തൻ്റെ രണ്ടാമത്തെ ചിത്രത്തിൽ തന്നെ ഷഹന വലിയൊരു സർപ്രൈസ് നൽകുന്നുണ്ട്. ഒരു ഇൻഫ്ലുവൻസറുടെ വേഷം അവർക്ക് കൃത്യമായി ഇണങ്ങുന്നുണ്ട്. രണ്ടാം പകുതിയിലെ ആ ഒരു ഇമോഷണൽ രംഗങ്ങളിൽ അവർ കിടിലം പ്രകടനമാണ് കാഴ്ചവെച്ചത്. പിന്നെ നമ്മുടെ മലയാളിയായിട്ടുള്ള ബിജോയ് നമ്പ്യാർ, അദ്ദേഹത്തിൻ്റെ വസീർ ഞാൻ കണ്ടതാണ്. ആ സിനിമ ചെയ്തതുപോലെ തന്നെ ഗംഭീരമായിട്ട് ഒരു സർപ്രൈസ് ത്രില്ലറിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ ആവശ്യമുണ്ടോ, സിനിമ എവിടെയൊക്കെ ഫാസ്റ്റ് ആകണം എവിടെയൊക്കെ സ്ലോ ആകണമെന്ന് കിടിലമായിട്ട് അദ്ദേഹം എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ സിനിമയുടെ കുറച്ച് ഹൈലൈറ്റ് പറയണമെന്നുണ്ട്, പക്ഷേ അത് സ്പോയിലർ ആയി പോകുമോ എന്നൊരു സംശയമുണ്ട്. സിനിമയിലെ മൂന്നാമത്തെ നായകൻ എന്ന് വിളിക്കപ്പെടുന്ന നമ്മുടെ മുതലയുടെ സാന്നിധ്യം സിനിമയുടെ ഒരു വലിയ ഒരു ഭീതിയും ആകാംക്ഷ നിറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സിനിമയുടെ ഭയപ്പെടുത്തുന്ന കുറേ സാധനങ്ങളുണ്ട്. ഭയപ്പെടുത്തുക എന്ന് പറയുന്നത് വെറുതെ ഭയപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. നല്ല രീതിയിൽ അതിനാവശ്യമായിട്ടുള്ള സൈലൻസ് കൊടുക്കേണ്ടടുത്ത് സൈലൻസും, ഭീകരമായിട്ടുള്ള ഇത് കൊടുക്കേണ്ടടുത്ത് അങ്ങനെ ഭീകരമായിട്ടുള്ള മ്യൂസിക്കൊക്കെ കൊടുത്ത് തന്നെ നല്ല രീതിയിൽ നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ കീ മൂവ്മെൻറ്റ്സ് പറയുമ്പോൾ ഒരിക്കലും സിനിമ കാണുന്നവർക്ക് അതൊരു പ്രയാസമാകരുത്. അതുകൊണ്ട് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്ത് വിടാം. സിനിമയുടെ ഗതി മാറുന്നത് തന്നെ നായകനും നായികയും തമ്മിൽ ഗോവയിലുള്ള ഒരു റിസോർട്ടിലെ 20 അടി താഴ്ചയുള്ള സ്വിമ്മിംഗ് പൂളിൽ അപ്രതീക്ഷിതമായി കുടുങ്ങുന്നതോടെയാണ്. പൂളിലെ വെള്ളം വറ്റിച്ച അവസ്ഥയിലായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി അവിടെ എത്തുന്ന മുതല ഇവർക്ക് പുറത്തേക്കുള്ള വഴികളെല്ലാം അടയ്ക്കുകയാണ്. ആ ഒരു അടഞ്ഞ സ്ഥലത്ത് കുടുങ്ങിപ്പോകുന്നതിൻ്റെ ഒരു ഭീതി ശരിക്കും നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു വലിയ പങ്ക് വഹിച്ചത് നായിക തന്നെയാണ്. പിന്നെ മുതലയുടെ ആ ഒരു എൻട്രി ഉണ്ടല്ലോ, ഇവരുടെ പ്രണയത്തിൻ്റെ ഇടയിൽ അവരുടെ പെട്ടെന്നുണ്ടാകുന്ന ഒരു പോരാട്ടം, അല്ല പെട്ടെന്ന് യാദൃച്ഛികമായിട്ടാണ് അവർ ആ പൂളിനകത്ത് വീഴുന്നത്. അപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു കാര്യം, 2 ദിശയിലുള്ളവരാണ് ഇവർ. രണ്ടുപേരും തന്നെ 2 ദിശയിലുള്ളവരാണ്. ഒരാൾ സമ്പന്നതയിൽ ഉള്ള ആൾ, ഒരാൾ സാധാരണക്കാരനായിട്ടുള്ള ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു റാപ്പറാണ്. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിലുള്ള അന്തരം വളരെ വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊരു ഐഡിയ ഇല്ല. അവർ ലവേഴ്സാണ് എന്നത് മാത്രമേ ഉള്ളൂ. കൂടുതൽ കാലമൊന്നും ആയില്ല അവർ പ്രേമം തുടങ്ങിയിട്ട് തന്നെ.
അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു പ്രണയത്തിൻ്റെ സ്റ്റാർട്ടിങ് ഇതാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പരസ്പരം എത്രത്തോളം അവർക്ക് പിന്നെ മാനസികമായിട്ട് അടുപ്പമുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ പോളിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റു വഴികളൊന്നും ഇല്ലാതെ വരുമ്പോൾ നായകൻ ഒരു ആഴമേറിയതും അതോടൊപ്പം തന്നെ ഒരു ഇടുങ്ങിയതുമായിട്ടുള്ള ഒരു ഡ്രെയിനേജ് പൈപ്പിലൂടെ ഇഴഞ്ഞു നീങ്ങാൻ ശ്രമിക്കുന്ന രംഗം, സിനിമയിൽ എന്താ പറയുന്നത്, ശ്വാസമടക്കി പിടിക്കുന്ന നിമിഷങ്ങളിൽ ഒരു സാധനം. ഈ പൈപ്പിനുള്ളിൽ വച്ച് മുതലയുമായി മുഖാമുഖം വരുന്ന ഒരു ഭാഗമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുൻമുനയിൽ നിർത്തിയിട്ട് ഇരുട്ടും വെള്ളവും നിശബ്ദതയും ആ രംഗത്തെ എങ്ങനെ വിവരിക്കണമെന്ന് എനിക്കറിയില്ല. കിടിലം സാധനം. സിനിമയിലെ ഒരു പ്രധാന ടേണിംഗ് പോയിന്റ് ഈ സിനിമയിലെ നല്ല മഴ പെയ്യുന്ന സാധനമാണ്. പൂളിലേക്ക് വെള്ളം ഇരച്ചു കയറുന്നതോടുകൂടി നിലത്തു നിന്നും മുതലയെ പ്രതിരോധിച്ചിരുന്ന ഇവർക്ക് വെള്ളത്തിൽ നീന്തിക്കൊണ്ട് അതിനെ അതിജീവിക്കേണ്ടി വരുന്ന ഓരോ മിനിറ്റും ജലനിരപ്പ് ഉയരുന്നു, ഇവരുടെ മരണഭീതി വർദ്ധിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല കിടില മൂമെൻറ്റ്, കുറേ നല്ലൊരു സാധനം ഈ സിനിമയ്ക്കകത്തുണ്ട്. ഇവരുടെ ആ ഒരു വൈകാരികമായിട്ടുള്ള ആ ഒരു രംഗങ്ങളുണ്ടല്ലോ, ആ ഒരു ഇമോഷണൽ ഒരു ഇത്, മരണത്തെ മുഖാമുഖം കാണുന്ന നിമിഷം, നായന നായികയും എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ഒരു മാർഗവുമില്ല രക്ഷപ്പെടാൻ വേണ്ടി. അവസാനം അവർ തുറന്ന് സംസാരിക്കുകയാണ്. അവരുടെ അവസാനം അവർക്ക് എന്ത് പറഞ്ഞിട്ടാണ് മരണത്തിന് ആരെങ്കിലും ഒരാൾ കീഴടങ്ങിയേ പറ്റത്തുള്ളൂ, എങ്കിലേ ഒരാൾക്കെങ്കിലും രക്ഷപ്പെടാൻ പറ്റൂ, അതല്ലെങ്കിൽ രണ്ടുപേരും മരിക്കണം. ആ ഒരു ക്ലൈമാക്സിലെ ആ ഒരു സാധനം ഉണ്ടല്ലോ, തു ആർ മേം എന്ന് പറയുന്ന ആ ഫൈനൽ, സിനിമയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അവസാന നിമിഷങ്ങളിൽ ആര് രക്ഷപ്പെടും, ആര് ത്യാഗം ചെയ്യും എന്ന ചോദ്യം ഉയരുന്ന മുദ്രയുമായിട്ടുള്ള അവസാന പോരാട്ടത്തിൽ ആദർശ് ഗൗരവിൻ്റെ കഥാപാത്രം നടത്തുന്ന ആ ഒരു സാഹസികമായിട്ടുള്ള നീക്കങ്ങളും ഷാഹന കപൂറിൻ്റെ കഥാപാത്രത്തിൻ്റെ ആ ഒരു വിസിബിലിറ്റിയും, സിനിമയുടെ ക്ലൈമാക്സ് ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് ഞാൻ. അത്രയ്ക്കും കിട്ടുന്ന സാധനം, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സാധനം. കാരണം ഇതിനിടയിൽ നായികയുടെ ബാക്ക് സ്റ്റോറി ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുണ്ട്. ഇത് 2 പ്രാവശ്യം കാണിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്തിനാ കാണിക്കുന്നേ, പക്ഷെ ക്ലൈമാക്സിൽ അത് കൊണ്ടുവന്ന് എൻഡ് ചെയ്തിരിക്കുന്ന സാധനം സൂപ്പർ. പിന്നെ ഇതിൻ്റെ VFX കിടിലം, ചെറിയ ബഡ്ജറ്റിൽ കിടിലം സാധനം, മുതലേക്ക കിടിലം, അതിൻ്റെ CG ഒക്കെ കിടിലം സാധനം. പിന്നെ സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു ചെറിയൊരു സ്പേസിൽ നല്ല രീതിയിൽ ക്യാമറ കിടിലം, വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ആംഗിളിൽ ഈ ക്യാമറ വച്ച് ഇതിനെ ഗംഭീരമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സിനിമയുടെ റാപ്പ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് എല്ലാം ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയതെന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻട്രോൽ ബ്ലോക്കൊക്കെ നന്നായിരുന്നു കേട്ടോ. പക്ഷേ തുടക്കത്തിൽ നമ്മളെ സിനിമയിൽ ഇന്നാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ പ്രണയം വരുന്നത് കൊണ്ട് ചെറിയ ഒരു ലാഗ് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് 20 അടി എന്ന് പറയുമ്പോൾ എത്ര ആളുടെ ഹൈറ്റ് ഉണ്ടാവും? 20 അടി പൂളിൽ വെള്ളം നിറയണമെങ്കിൽ എത്ര ദിവസം മഴ പെയ്താലാണ് ആ വെള്ളം നിറയുക എന്നുള്ളത് ലോജിക്ക് പരമായിട്ട് നമുക്ക് ഒന്ന് ദഹിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ആ ഈ ഒരു 2 ഇത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ ലോജിക്ക് മാറ്റി വെച്ച് കാണാൻ നമ്മൾ തയ്യാറാണെങ്കിൽ കിടിലം സിനിമ എന്ന് വെച്ചാൽ കിടിലം സിനിമ. അത് എനിക്ക് അങ്ങനെ സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇത് ഒരു ത്രില്ലറിൻ്റെ അപ്പുറം ഒരു ഇമോഷൻസും എല്ലാം ചേർന്ന്, പ്രണയത്തിന് പ്രണയം, ഇമോഷൻസ്, ത്രില്ലർ, എല്ലാ സാധനവും ഉള്ള ഒരു സാധനം. തിയേറ്ററിൽ മിസ്സാക്കരുത്. കിടിലം സിനിമ എന്ന് വെച്ചാൽ കിടിലം സിനിമ. ഫാമിലിയായിട്ട് പോയി ധൈര്യമായിട്ടിരുന്ന് കാണാം. ഓക്കെ, താങ്ക് യു.